ഓരോ സ്റ്റേക്ക് ഹോൾഡറും അവരുടെ ഒബ്ജക്റ്റീവ്സും ഡിസ്കസ് ചെയ്യാം. ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഇവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ ഒബ്ജക്റ്റീവ്. പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? ഷെയർ ഹോൾഡർ ആണ്. അവരുടെ ഒബ്ജക്റ്റീവ് ഓൾറെഡി പറഞ്ഞു തരും. എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അതിനാണ് നമ്മൾ നേരത്തെ എന്ത് യൂസ് ചെയ്യുന്നത്? ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. DPS പ്ലസ് ക്യാപിറ്റൽ ഗെയിന് ഡിവൈഡഡ് ബൈ ഷെയർ പ്രൈസ് അറ്റ് ബിഗിനിങ് ഓഫ് ദി ഇയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റേഷ്യോ ആണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. മാക്സിമൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ സ്റ്റേക്ക് ഹോൾഡർ വെച്ച് നോക്കാം. സ്റ്റാഫ് ആണെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഹൈ സാലറി കിട്ടണം. അതേപോലെ ഹൈ സാലറി മാത്രം കിട്ടിയാൽ പോരാ, എത്ര കാലം വരെ ജോബ് ഉണ്ടാവും എന്നുള്ളതും കൂടെ നോക്കണ്ടേ, സേഫ്റ്റിയും കൂടെ നോക്കണ്ടേ ജോബിന്റെ. അപ്പൊ അതും തന്നെയാണ് ഒബ്ജക്റ്റീവ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ലക്ഷ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സാലറി മാത്രമല്ല എന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടെ നോക്കണം. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര കാലം വരെ ഇത് ഓടും എന്നുള്ളതും കൂടെ നോക്കണം. ഓക്കെ, അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, മാനേജേഴ്സിന്റെ നോർമലി മാനേജേഴ്സിന് സാലറി ഉണ്ടാവും. അത് കൂടാതെ പിന്നെ എന്ത് ചെയ്യുക, ബോണസ് ആയിരിക്കും, ബോണസ് ഇൻസെന്റീവ്സ് ഒക്കെ ആയിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. നെക്സ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞു, ഷെയർ പ്രൈസ്, ഹൈ ഷെയർ പ്രൈസ്, ഡിവിഡൻഡ് ഗ്രോത്ത്. അതിനാണ് നേരത്തെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ എന്ന് പറയുന്ന റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ ബാങ്കിന്റെ ആണെങ്കിൽ മിനിമൈസ് കമ്പനി റിസ്ക്, കമ്പനിയുടെ റിസ്ക് കുറക്കാനായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക അല്ലെ. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന റേഷ്യോ ഏതൊക്കെ ആയിരിക്കും? ബാങ്ക് ഒരു കമ്പനിയുടെ എന്തൊക്കെ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് ലോണൊക്കെ കൊടുക്കുന്നുണ്ടാവുക? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കും അല്ലെ, ഗിയറിംഗ് റേഷ്യോസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ നോക്കും, ക്വിക്ക് റേഷ്യോ, ക്യാഷ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ നോക്കണ്ടേ, കറക്റ്റ് ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ നോക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ബാങ്ക് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. കസ്റ്റമർ ആണെങ്കിൽ ക്വാളിറ്റി സർവീസ്, ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. സപ്ലൈസ് ആണെങ്കിൽ ലിക്വിഡിറ്റി. എങ്ങനെ ചെക്ക് ചെയ്യാം? തേർഡ് പാർട്ടിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും അല്ലെ. പുതിയ സപ്ലയർ ഒക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടിന്റെ അടുത്ത് ചോദിക്കല്ലേ ചെയ്യാം. എക്സിസ്റ്റിംഗ് സപ്ലയർ അടുത്ത് ചോദിക്കൂലേ, നിങ്ങൾക്ക് ടൈമിൽ അവർ പേയ്മെന്റ് നടത്താറുണ്ടോ? അതേപോലെ തന്നെ ബാങ്ക് റെഫറൻസ് എടുക്കുക, ബാങ്ക് റെഫറൻസ് എന്താണ്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, സപ്ലൈയേഴ്സ് ഗുഡ്സ് തരുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് ടൈമിൽ ഈ പേയ്മെന്റ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഇല്ലേ, അപ്പൊ അവർ അതും ചെക്ക് ചെയ്യും സപ്ലൈയേഴ്സ്. ഓക്കെ, പിന്നെ അതൊക്കെ ആയിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ്. ഗുഡ് ലിക്വിഡിറ്റി, കറക്റ്റ് ടൈമിന് അവർക്ക് തിരിച്ച് പേയ്മെന്റ് കിട്ടണം. ഗവൺമെന്റ് ആണെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് നല്ല രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുക, ട്രെയിനിങ് ഇനീഷ്യേറ്റീവ്സ്. പിന്നെ ടാക്സ് അതോറിറ്റി ആണെങ്കിൽ ടാക്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുക. അതൊക്കെ ആയിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരാം. ഇത്രയും ഒബ്ജക്റ്റീവ്സ് പറഞ്ഞല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അറ്റ് എ ടൈം ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ ഒരു കമ്പനിക്ക്? അറ്റ് എ ടൈം എല്ലാ ഒബ്ജക്റ്റീവും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഇവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ലേ? ഒരു കോൺഫ്ലിക്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഞാനിപ്പം തന്നെ ഇത് വെച്ചിട്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ മാനേജേഴ്സിന് ഹൈ ബോണസ് വേണമെന്ന് പറഞ്ഞു. മാനേജേഴ്സിന് ഹൈ ബോണസ് കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലേ കുറയുക? കമ്പനിയുടെ പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ EPS കുറയും, DPS കുറയും. അപ്പൊ അത് ഷെയർ ഹോൾഡേഴ്സിന് എഫക്ട് ചെയ്യൂലേ? ഇപ്പൊ രണ്ടുപേരുടെയും ഒബ്ജക്റ്റീവ് അറ്റ് എ ടൈം ഫുൾഫിൽ ചെയ്യാന്ന് പറയുന്നത് അവിടെ പോസിബിൾ ആണോ? അതായത് മാനേജേഴ്സിന്റെ ബോണസ് എന്ന് പറയുന്നത് കമ്പനിക്കുള്ള ചെലവല്ലടാ. അപ്പൊ കമ്പനിയുടെ ചെലവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുന്ന സമയത്ത് EPS DPS ഒക്കെ കുറയൂലേ? അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള ആ DPS അവിടെ കുറയാന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒബ്ജക്റ്റീവ് അവിടെ എന്താവില്ല, സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലല്ലോ. അടുത്തത് ഇപ്പൊ ബാങ്കിനെ നോക്കാം. ഇപ്പൊ ബാങ്കിന്റെ എന്താണ്, കമ്പനിയുടെ റിസ്ക് കുറക്കുക എന്നുള്ളതല്ലേ ബാങ്ക് നോക്കുക. അതിനാണ് ബാങ്ക് കവനൻസ് വെക്കുക. നമ്മൾ കവനൻസ് എന്ന് പറയുന്ന ഒരു ടേം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ കവനൻസ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് വെക്കുന്ന റെസ്ട്രിക്ഷൻസ് അല്ലേ. അതായത് ഇന്നത് ചെയ്യരുത്, ഇത്ര ഗിയറിംഗ് റേഷ്യോ ഇത്ര കൂട്ടരുത്, അതായത് ഡെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ വെക്കുന്നത്. കൺട്രോൾ ചെയ്യാനാണ്, കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കവനൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബാങ്ക് സെറ്റ് ചെയ്യുന്ന കവനൻസ് ശരിക്കും മാനേജ്മെന്റിന്റെ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന പോലെയാണ്. അതായത് മാനേജേഴ്സിന്റെ ഫ്ലെക്സിബിലിറ്റിക്കാണ് അത് എഫക്ട് ചെയ്യുക. അതായത് മാനേജേഴ്സിന്റെ മുമ്പിൽ കുറെ നല്ല പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ട് ഫണ്ട് വേണം. ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട് വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ഡെപ്റ്റ് തന്നെയാണ്. ഷെയറും ഉണ്ട്, ഡെപ്റ്റും ഉണ്ട്. അപ്പൊ ഇനി മുതൽ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. ഏറ്റവും ലോവർ കോസ്റ്റിൽ നമുക്ക് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. അപ്പൊ മാനേജേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ചിലപ്പോൾ ഡെപ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല, കാരണം ബാങ്ക് ഓൾറെഡി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഡെപ്റ്റ് ഫർദർ ഇത്ര ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ബാങ്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെക്കുന്ന റെസ്ട്രിക്ഷന് ശരിക്കും മാനേജേഴ്സിന് എന്തായിരിക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും വരാം. മാനേജ്മെന്റിന്റെ ഒരു ഫ്രീഡം ആയിരിക്കും അവിടെ തടസ്സപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് അത് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അറ്റ് എ ടൈം എല്ലാവരുടെയും ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ കമ്പനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അടുത്ത പറയും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ എന്താണ് എൻവോയ്മെന്റ് ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് അല്ലേ.
അതിനു വേണ്ടിക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? പെനാൽറ്റീസും ഫൈൻസ് ഒക്കെ ഈടാക്കാറില്ലേ? ഈ പുക കാരണമൊക്കെ പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ എന്താണ് വരുന്ന സമയത്ത് പെനാൽറ്റീസ് ഒക്കെ ചാർജ് ചെയ്യുമല്ലോ. ഈ പെനാൽറ്റി ഒക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് അത് കമ്പനിയുടെ ചെലവല്ലേ വരാ? കമ്പനിയുടെ ചെലവ് നോർമലി അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? റീകൂപ്പ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് കൂട്ടും. അപ്പൊ ഫൈനലി അത് സഫർ ചെയ്യുന്നത് കസ്റ്റമറും കൂടിയായിരിക്കും. കസ്റ്റമർ കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും സെല്ലിംഗ് പ്രൈസ് ചിലപ്പോൾ കൂടുന്ന സമയത്ത്. അപ്പോൾ ഇൻഡയറക്ട്ലി എല്ലാവരുടെ ഒബ്ജക്റ്റീവ് അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയ കാര്യമല്ല. അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്ത സ്റ്റേക്ക് ഹോൾഡർ കോൺഫ്ലിക്റ്റ്. സ്റ്റേക്ക് ഹോൾഡർ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർലി മീറ്റിംഗ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒബ്ജക്റ്റീവ് എൻറ്റയർലി ഈസ് ഇമ്പോസിബിൾ. എല്ലാവരുടെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക? നമുക്ക് ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓഫൺ ദേ ആർ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ഈച്ച് അതർ. അതുകൊണ്ട് നമ്മൾ സം കോംപ്രമൈസിലേക്ക് എത്തിയാൽ മാത്രമേ കമ്പനി മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഇതിന് കോൺഫ്ലിക്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ 2 എക്സാമ്പിൾ തന്നെയാണ്. മാനേജേഴ്സിന് കൊടുക്കുന്ന എന്താണ് ബെറ്റർ റിവാർഡ്സ് എന്ത് ചെയ്യുക? കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കുറക്കും. കാരണം ഇതൊക്കെ എക്സ്പെൻസ് ആണല്ലോ കമ്പനിക്ക്. പ്രോഫിറ്റബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ അത് ആർക്ക് എഫക്ട് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് എഫക്ട് ചെയ്യൂലേ? ബെറ്റർ റിവാർഡ്സും പ്രൊമോഷൻസ് ഒക്കെ എന്തായിരിക്കും? കമ്പനിക്ക് ചെലവല്ലടാ. അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കുറയൂലേ? അത് ഓട്ടോമാറ്റിക്കലി ഷെയർ ഹോൾഡേഴ്സിന് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് മാക്സിമൈസ് ചെയ്യൂല. ഓക്കെ, അതേപോലെ തന്നെ ലെൻഡേഴ്സ് സെറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെയുള്ള കവനൻസ് എന്ന് പറയുന്നത് എന്താവാ? മാനേജ്മെന്റിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ എൻവോയ്മെന്റ് ഫ്രണ്ട്ലിനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം? ആ പ്രോഡക്ട്സിന്റെ കോസ്റ്റ് കൂട്ടാൻ വേണ്ടി സാധ്യത, അത് കസ്റ്റമർ ചിലപ്പോൾ സഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറെ പ്രോബ്ലംസ്, തടസ്സങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് സ്റ്റേക്ക് ഹോൾഡർ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഏജൻസി തിയറി. ആക്ച്വലി ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞല്ലോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോൺഫ്ലിക്റ്റ്, ഇത് മാനേജ്മെന്റും അതേപോലെ തന്നെ ഷെയർ ഹോൾഡറും തമ്മിലാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏജൻസി പ്രോബ്ലം. ഇപ്പൊ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോൺഫ്ലിക്റ്റ് അല്ലേ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആരൊക്കെ ആവാം? ഏത് സ്റ്റേക്ക് ഹോൾഡറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവാം. ആര് തമ്മിലുള്ളതും ആവാം. സ്റ്റാഫും ഷെയർ ഹോൾഡറും തമ്മിലുള്ളതാവാം. ഓക്കെ, ഈ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റും ഷെയർ ഹോൾഡറും തമ്മിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏജൻസി പ്രോബ്ലം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തേ? ഏജൻസി പ്രോബ്ലം അല്ലെങ്കിൽ ഏജൻസി തിയറി എന്ന് ഹെഡിങ് കൊടുക്കാനുള്ള കാരണം എന്താ? എന്താണ് ഇവിടെ ഏജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ ഏജന്റ് ആരാണ്? ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചാരാണ്? ഇവിടെ ആരുടെ ക്യാഷിന്, ആരുടെ പൈസക്കാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് യൂസ് ചെയ്തിട്ടല്ലേ? ഷെയർ ഹോൾഡേഴ്സിന്റെ എമൗണ്ട് യൂസ് ചെയ്തിട്ടല്ലേ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് കമ്പനി റൺ ചെയ്യുന്നത്? യെസ്. അപ്പൊ ഷെയർ ഹോൾഡർ ആണ് ആക്ച്വലി ഇവിടെ പ്രിൻസിപ്പൽ. ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഇവിടെ പ്രിൻസിപ്പൽ ഏജന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഇല്ലേ? സാധാരണ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഇല്ലേ? അതില് ഇവിടെ ആരാണ് ശരിക്കും പ്രിൻസിപ്പൽ ഉണ്ടാവുക? സാധാരണ ഷെയർ ഹോൾഡറും മാനേജ്മെന്റും വിട്. ആർക്ക് വേണ്ടിക്കാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്നവരെ ഏജന്റ് എന്ന് വിളിക്കും അല്ലെ? ആർക്കാണോ വർക്ക് ചെയ്യുന്നത് അവരെ നമ്മൾ പ്രിൻസിപ്പൽ എന്നല്ലേ വിളിക്കുക. അതേപോലെ ഇതിൽ ആരാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന? ഒരു ഷെയർ ഹോൾഡർ അല്ലേ? ഷെയർ ഹോൾഡർക്ക് വേണ്ടിക്ക് വർക്ക് ചെയ്യുന്നവരല്ലേ മാനേജ്മെന്റ്? ഷെയർ ഹോൾഡർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിക്ക്. അപ്പൊ ഷെയർ ഹോൾഡർക്ക് വേണ്ടിക്ക് വർക്ക് ചെയ്യുന്നവരല്ലേ മാനേജ്മെന്റ്? അപ്പൊ മാനേജ്മെന്റിനെ നമുക്ക് ഏജന്റ് എന്ന് വിളിക്കാം. അപ്പൊ മാനേജ്മെന്റ് ആണ് ഇവിടെ ഏജന്റ്. എന്താണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആരാണ്? ഷെയർ ഹോൾഡർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഏജൻസി തിയറി എന്ന് പറയാൻ കാരണം. ഇവര് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. നേരത്തെ പറഞ്ഞ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് മാനേജ്മെന്റിന് എന്ത് വേണം? ബോണസ് വേണം, ഇൻസെന്റീവ്സ് വേണം എന്നൊക്കെ പറയുന്നത് ആർക്കും മോശമായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് മോശമായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നല്ലേ പറഞ്ഞേ? ഷെയർ ഹോൾഡേഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അവർക്ക് ഡിവിഡൻഡ് നല്ല രീതിയിൽ കിട്ടണം, അതേപോലെ തന്നെ ഷെയർ പ്രൈസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യണം. അതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇവര് നല്ല രീതിയിൽ ബോണസ് ഒക്കെ എടുത്തിനാൽ പ്രോഫിറ്റബിലിറ്റി കുറയുകയും അതുവഴി നേരത്തെ പറഞ്ഞ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ, ഷെയർ ഹോൾഡേഴ്സിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഏജൻസി പ്രോബ്ലം എന്ന് വിളിക്കുക. ഈ കമ്പനിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഓഡിറ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഓഡിറ്റ് ചെയ്യുന്ന ഈ റീസൺ കൊണ്ടല്ലേ? അതായത് കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡർ ആണ്. അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ, ഷെയർ ഹോൾഡർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. അപ്പൊ മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ വേയിൽ നല്ല രീതിയിൽ തന്നെയാണോ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല, ഷെയർ ഹോൾഡർക്ക് അറിയില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്തിട്ട് അത് ഓഡിറ്റർ വന്നിട്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഓഡിറ്റർ. ഈ ഓഡിറ്റർ പറയാണ്, അവരുടെ ഒപ്പീനിയൻ ആണ് പറയാ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വിശ്വസിക്കാം, സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ് എന്നുള്ള ഒരു ഒപ്പീനിയൻ ആണ് കൊടുക്കുക. അല്ലെങ്കിൽ ഒപ്പീനിയൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും കൊടുക്കുക. ഓക്കെ,
അപ്പോൾ അത് നമ്മൾ ശരിക്കും ഓഡിറ്റ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഷെയർ ഹോൾഡറും മാനേജ്മെന്റും രണ്ടും വേറെ വേറെ ആൾക്കാരായതുകൊണ്ടാണ്. ഷെയർ ഹോൾഡർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് ചെയ്യുന്നത് ആക്ച്വലി, അല്ലെ? വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. അവരുടെ എമൗണ്ട്, അവർ പൈസ കൊടുത്തിട്ടാണല്ലോ ഈ കമ്പനി എന്താണ് മാനേജ്മെന്റ് ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ടോട്ടല് ഒരു 5 പോയിന്റ് വരുന്ന 5 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ചോദിക്കോട്ടോ. അതായത് ഏജൻസി പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്താണ്? ഒന്നാമത്, ഡിസൈൻ suitable managerial reward scheme to encourage managers to adopt the same risk attitude as investors and to match the managers time horizon with that of shareholders. കറക്റ്റ് പറഞ്ഞ ഇപ്പോ മാനേജ്മെന്റിന് നമ്മൾ ബോണസ് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതൊരു ഷോർട്ട് ടേം ബേസിലാണ് കൊടുക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുക? മാനേജ്മെന്റിന് ബോണസ് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്ന ഷോർട്ട് ടേം ബേസിസിലാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? മാനേജ്മെന്റ് എന്ത് ചെയ്യൂടാ? ചെറിയ സമയം കൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ അവർ സ്വീകരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് വാല്യൂഷന്റെ സമയത്ത് പറഞ്ഞാണ്, ഈ ഡിസ്ക്രിഷണറി ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതായത് എംപ്ലോയീസിന് കൊടുക്കേണ്ട ട്രെയിനിങ് അത് കൊടുക്കാതിരിക്കുക, പ്രോപ്പർ ടൈമിൽ ട്രെയിനിങ് കൊടുക്കൂല. ട്രെയിനിങ് കൊടുത്താൽ സംഭവിക്കുക എക്സ്പെൻസ് കൂടും, എക്സ്പെൻസ് കൂടിക്കുന്ന പ്രോഫിറ്റ് കുറയും. അപ്പൊ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാതിരുന്നതിനാൽ വലിയൊരു നഷ്ടം മാനേജ്മെന്റിന് ഉണ്ടാവില്ല. കാരണം ട്രെയിനിങ് ഒക്കെ കൊടുത്തതിനാൽ അതിന്റെ ബെനിഫിറ്റ് എങ്ങനെ വരാടാ? ലോങ് ടേമിലേക്കല്ലേ അതിന് ബെനിഫിറ്റ് വരാം. അപ്പൊ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാതിരിക്കുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. റിസർച്ച് ഒക്കെ നടത്തുന്നതിന് വേണ്ടിക്ക് ഒരു ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാനല്ലേ. ഇപ്പൊ മാനേജ്മെന്റിന് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാൻ ആഗ്രഹം ഉണ്ടാവില്ല. അവർ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ആയിരിക്കും, ഷോർട്ട് ടേം പ്രോഫിറ്റ് ആയിരിക്കും. കാരണം ആ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, മാനേജർക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ബോണസ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു റിവാർഡ് സ്കീം സെറ്റ് ചെയ്യരുത്. റിവാർഡ് സ്കീം എപ്പോഴും സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ലോങ് ടേമിലേക്ക് സെറ്റ് ചെയ്യുക. ഒരു സെർട്ടൻ ടൈം ഹൊറിസോൺ, സേ ഫോർ എക്സാമ്പിൾ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 4 കൊല്ലം, അങ്ങനെ കുറച്ചധികം വർഷം എന്ത് ചെയ്യുക? ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത്രയും വർഷത്തേക്ക് ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തതിനാൽ ഒരു സെർട്ടൻ പെർസെന്റേജ് ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? മാനേജറുടെ റിസ്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. മാനേജറുടെ ഉദ്ദേശം എന്തായിരിക്കും? മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അവിടെ മാനിപ്പുലേഷനുള്ള ഒരു സാധ്യത ഇല്ല. കാരണം ലോങ് ടേമിലൊന്നും ഇങ്ങനെ പറ്റിക്കാൻ പറ്റൂലല്ലോ. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ലോങ് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക് ഒരു 4 കൊല്ലത്തേക്ക് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് പണിയെടുക്കണം. അല്ലാതെ വെറുതെ ഉണ്ടാക്കാൻ പറ്റൂല, വെറുതെ കാണിക്കാൻ പറ്റൂല. പറ്റുമോ? ഇപ്പൊ ട്രെയിനിങ് എക്സ്പെൻസ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തതിനെ 4 കൊല്ലം വരെ അത് നല്ല രീതിയിലാണോ എഫക്ട് ചെയ്യുക? മോശമായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങൂലേ? അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ലെന്ന് വിചാരിക്കുക, 5 കൊല്ലം വരെ പോകാൻ പറ്റുമോ? അങ്ങനെ 1 കൊല്ലം പോവാ മാക്സിമം, അല്ലെങ്കിൽ കുറച്ച് മാസം പോവാ, അത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, എന്നാലേ നമുക്ക് പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റൂ. പുതിയ പ്രോജക്റ്റ് ചെയ്താലേ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ എക്സ്പെൻസസ് ഒന്നും ആര് കട്ട് ചെയ്യൂല? മാനേജ്മെന്റ് കട്ട് ചെയ്യാതെ, മാനിപ്പുലേറ്റ് ചെയ്യാതെ, കട്ട് ചെയ്യാതെ മീൻസ് മാനിപ്പുലേറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിക്ക് ആദ്യത്തെ പരിപാടിയാണ് സെറ്റ് ചെയ്യേണ്ട കാര്യം, ഡിസൈൻ സ്യൂട്ടബിൾ മാനേജീരിയൽ റിവാർഡ് സ്കീം. ലൈക്ക് ടൈം ഹൊറിസോൺ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക, കുറച്ചധികം ലോങ് ടേമിലേക്കുള്ള റിവാർഡ് സ്കീം സെറ്റ് ചെയ്യുക. ഷോർട്ട് ടേമിന് പകരം ലോങ് ടേം റിവാർഡ് സ്കീം സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, എക്സിക്യൂട്ടീവ് ഷെയർ ഓപ്ഷൻ സ്കീം. എക്സിക്യൂട്ടീവ് ഷെയർ ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന് തന്നെ ഷെയർ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. മാനേജ്മെന്റിന് തന്നെ ഷെയർ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അതായത് എപ്പോഴത്തേക്ക്? ഫ്യൂച്ചർ ഡേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു 2 വർഷം 3 വർഷം വാട്ടെവർ ഫ്യൂച്ചർ ഡേറ്റ്, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റിൽ സ്പെസിഫൈഡ് നമ്പർ എത്ര എന്നുള്ളത് എന്താണ് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എത്രയാണ് ഷെയർ പ്രൈസ് എന്നുള്ളതും നമ്മൾ ഫിക്സ് ചെയ്യും. അങ്ങനെ ഒരു ഷെയർ വാങ്ങാനുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇന്നല്ല കേട്ടാ, ഫ്യൂച്ചർ ഡേറ്റിലട്ടാ, കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ്. ഇതിന്റെ ഉപകാരം എന്താ വെച്ചാൽ, ഇങ്ങനെ ചെയ്തതിനുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഷെയർ പ്രൈസ് ഇല്ലേ, അത് ഇന്നത്തെ ഷെയർ പ്രൈസ് ആയിരിക്കില്ല. ഇന്ന് സേ ഫോർ എക്സാമ്പിൾ ഒരു $50 ആണ് ഷെയർ പ്രൈസ് എന്ന് വിചാരിക്കാം. നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഒരു 2 വർഷത്തിന് ശേഷം നിങ്ങൾ മാനേജ്മെന്റ് ഷെയർ വാങ്ങാൻ വേണ്ടിക്ക് ഒരു $80 പേ ചെയ്യുക, അല്ലെങ്കിൽ ഒരു $90 പേ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് എന്തായിരിക്കും ഇവിടെ ചെയ്യുക? മാക്സിമം ഷെയർ പ്രൈസ് കൂട്ടാൻ വേണ്ടിക്ക് നോക്കും. ഷെയർ പ്രൈസ് കൂട്ടിയിട്ട് ഇപ്പോ നമ്മൾ 90 സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 90 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് കൂട്ടിയിട്ട് അത് 100 ആക്കി കഴിഞ്ഞാൽ മാനേജ്മെന്റ് പണിയെടുക്കണം കേട്ടോ, വെറുതെ കൂട്ടാൻ പറ്റൂല. ഷെയർ പ്രൈസ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പണിയെടുക്കണ്ടേ. അപ്പൊ ഷെയർ പ്രൈസ് കൂട്ടാൻ വേണ്ടി അവർ മാക്സിമം എന്ത് ചെയ്യും? പണിയെടുക്കും മാനേജ്മെന്റ്. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമുക്ക് മാനേജ്മെന്റിന് 90ക്ക് ഷെയർ കിട്ടുകയും ചെയ്യും. അവിടെ ഷെയർ പ്രൈസ് ഒരു 100 അല്ലെങ്കിൽ 110 120 150 എത്ര കൂടുന്നോ അത്രയും ബെനിഫിറ്റ് ആർക്ക് കിട്ടും? മാനേജർക്ക് കിട്ടും. കാരണം എന്താ?
ആ സമയത്ത് 120 ഷെയറിന്റെ വില എന്ന് വിചാരിക്കാം. മാനേജർക്ക് എത്രക്ക് തന്നെ ഷെയർ വാങ്ങാം? 90 തന്നെ ഷെയർ വാങ്ങാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 90 ഷെയർ വാങ്ങിക്കാൻ അവർക്ക് വേണമെങ്കിൽ 120 വിറ്റൂടെ? അപ്പൊ തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടായിക്കൂടെ? ആ സമയത്ത് 150 ഷെയറിന്റെ വിലയെങ്കിലോ അപ്പയും 90 തന്നെ വാങ്ങാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഷെയർ പ്രൈസ് എത്ര കൂടുന്നോ ആ ഡിഫറൻസ് മാനേജ്മെന്റിന് ലാഭമായിട്ട് വരും. ഒരിക്കലും ഇന്നത്തെ ഷെയർ പ്രൈസ് അല്ല നമ്മൾ സെറ്റ് ചെയ്യുക. ഇന്നത്തെ ഷെയർ പ്രൈസ് ആണ് സെറ്റ് ചെയ്യുന്നെങ്കിൽ അവർ അങ്ങനെ എഫോർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. മാനേജ്മെന്റ് എഫോർട്ട് ഇട്ടിട്ട് ഷെയർ പ്രൈസ് കൂട്ടണം. അതിന് വേണ്ടിക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ഹൈ ഷെയർ പ്രൈസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മേലെ കിട്ടുന്നൊക്കെ ആരുടെ ലാഭം? അതിനെ മേലാക്കാനേ നോക്കുള്ളൂ ആര്? മാനേജ്മെന്റ്. അതിനെ മേലാക്കി കഴിഞ്ഞാലേ മാനേജ്മെന്റിന് ലാഭമുള്ളൂ. അപ്പൊ ഇപ്പൊ മാനേജ്മെന്റ് എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യുക? ഇങ്ങനൊരു എക്സിക്യൂട്ടീവ് ഷെയർ ഓപ്ഷൻ സ്കീം മാനേജർക്ക് കൊടുക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യുക? ഷെയർ പ്രൈസ് കൂട്ടാനല്ലേ നോക്കുക. ഓപ്ഷൻ ആണ്, നിർബന്ധമൊന്നുമില്ല. ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വാങ്ങിയാൽ മതി, നിർബന്ധമൊന്നുമില്ല, ഒബ്ലിഗേഷൻ ഇല്ല അവിടെ. പക്ഷെ ഇങ്ങനൊരു എക്സിക്യൂട്ടീവ് ഷെയർ ഓപ്ഷൻ സ്കീം ഇല്ലായിരുന്നെങ്കിൽ മാനേജർ എന്താ വിചാരിക്കാടാ? ഷെയർ പ്രൈസ് കൂടിയതിനെ കൊണ്ട് അവർക്ക് എന്താ ലാഭം? ഷെയർ പ്രൈസ് കൂടിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനല്ലേ ലാഭമുള്ളൂ. മാനേജർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ? അപ്പൊ മാനേജർ എന്താ വിചാരിക്കുക? നമ്മൾ ഷെയർ പ്രൈസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊണ്ട് ലാഭമൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഷെയർ ഹോൾഡർക്കുള്ള അതേ ഒബ്ജക്റ്റീവ് ആയിരിക്കും വരും, മാനേജർക്കും വരൂലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. എക്സിക്യൂട്ടീവ് ഷെയർ ഓപ്ഷൻ സ്കീം വേർ ബൈ ദ മാനേജർ ആർ ഗിവൺ ദ ഓപ്ഷൻ ടു ബൈ ഷെയർസ് ഇൻ ഫ്യൂച്ചർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അറ്റ് എ പ്രീ അഗ്രീഡ് പ്രൈസ്. വെരി ഇമ്പോർട്ടന്റ്. ഓൾറെഡി നമ്മൾ പ്രീ അഗ്രീഡ് പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യുക? ഷെയർ വാങ്ങാനുള്ള ഓപ്ഷൻ ആണ്. ദിസ് വിൽ എൻകറേജ് മാനേജേഴ്സ് ടു വർക്ക് ടുവേർഡ്സ് മാക്സിമൈസിംഗ് ഷെയർ പ്രൈസ് ആൻഡ് കോൺസിക്വന്റ്ലി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഓക്കെ, അതായത് ഷെയർ പ്രൈസ് കൂട്ടുക എന്നുള്ളത് ആരുടെയും കൂടെ ആഗ്രഹമായിരിക്കും, മാനേജറും കൂടെ ആഗ്രഹമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒബ്ജക്റ്റീവും കൂടെ മീറ്റ് ചെയ്യും. നെക്സ്റ്റ്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവണം. ഏതില്? ഡയറക്ടർ ബോർഡില്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവണം. അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അങ്ങനെ 2 ടൈപ്പ് ഡയറക്ടേഴ്സ് ആണുള്ളത്. അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹാഫ് എന്തായിരിക്കണം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നാണ് കോർപ്പറേറ്റ് ഗവർണൻസ് പറയുന്നത്. ഓരോ കൺട്രിയിലും അതിൻ്റെതായ കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തതിനാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടിക്ക് അതിൽ വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ആണ് എന്ത് ചെയ്യുക? ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് എന്തായിരിക്കണം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും തമ്മിൽ വ്യത്യാസം എന്താണ്? എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ഡയറക്ടേഴ്സ് ആണ്, ശരിയല്ലേ? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷനായിട്ട് ബന്ധമില്ല, അവർ ടൈം ബേസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അത് കുറച്ചും കൂടെ അവരെന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കും. ഡിസിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് ഇപ്പോ ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നു, ഞാൻ തന്നെ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സെറ്റ് ചെയ്യുന്നു. എങ്ങനെയായിരിക്കും അവസ്ഥ ഉണ്ടാവാം? ഇപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും സ്റ്റാൻഡേർഡ് അവർ സെറ്റ് ചെയ്യാം? ലക്ഷ്യന്റെ അടുത്ത് എങ്ങനെയായിരിക്കും സ്റ്റാൻഡേർഡ് അവർ പറയാം? എന്നെ കൊണ്ട് പറ്റുന്നല്ലേ ഞാൻ ഹവേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്കിപ്പോ 150 അവേഴ്സ് വേണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ 150 അവേഴ്സ് അല്ലേ ലക്ഷ്യക്ക് കൊടുക്കുക, എന്നിട്ട് ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ ഹവേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യൂല. അതിനാണ് ലക്ഷ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് അവർ സെറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 120, 130 ഹവേഴ്സ്. അപ്പൊ അതിന്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടി നമ്മൾ എഫോർട്ട് ഇടണം. ഇതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് തന്നെ വർക്ക് ചെയ്തിട്ട് അവർ തന്നെ തീരുമാനങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ തീരുമാനം എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും സെയിം ആൾക്കാർ പോലെ. അതിനാണ് എന്ത് ചെയ്യുന്നത്? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിസിഷൻസ് ഒക്കെ എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് ആയിരിക്കും ഉണ്ടാവും. അതിൽ ആദ്യം തന്നെ പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഹാഫ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. നെക്സ്റ്റ്, കമ്മിറ്റീസ് ഉണ്ട്. കുറെ കമ്മിറ്റീസിന്റെ പേര് കേട്ടിട്ടുണ്ടാവല്ലോ. എന്തൊക്കെ കമ്മിറ്റീസ് ഉണ്ട്? ഓഡിറ്റ് കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? ഓഡിറ്റ് കമ്മിറ്റി, റെമ്യൂണറേഷൻ കമ്മിറ്റി, നോമിനേഷൻ കമ്മിറ്റി. ഓക്കെ, ഓരോ കമ്മിറ്റീസ് ഇപ്പോ ആദ്യം പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഉപകാരപ്പെടും. ഇന്റേണൽ കൺട്രോളിന്റെ സമയത്ത് അത് ഭയങ്കര ഉപകാരപ്പെടും. കമ്പനിയുടെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പർ വേയിലായിട്ട് നടക്കുമല്ലോ. അപ്പൊ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവും. അപ്പൊ അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതേപോലെ തന്നെ നോമിനേഷൻ കമ്മിറ്റി. ഇപ്പൊ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നൊക്കെ ഈ നോമിനേഷൻ കമ്മിറ്റി ആയിരിക്കും. അതിലും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതേപോലെ ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് റെമ്യൂണറേഷൻ കമ്മിറ്റി ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിലും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അപ്പൊ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നോമിനേഷൻ കമ്മിറ്റിയിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിന്റെ പോലെ അതായത് എന്ത് ചെയ്യുക? റിലേറ്റീവ്സിനൊക്കെ പരിഗണിക്കാനുള്ള സാധ്യത ഇല്ലേ? അപ്പോ
ഈ നോമിനേഷൻ കമ്മിറ്റി ആയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കും എന്ത് ചെയ്യുക, ഓരോരോ ആൾക്കാരെ നമ്മൾ ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ടാവും. അതിന് കറക്റ്റ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഡയറക്ടറിനെ ചൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുക സെലക്ഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വേണമെന്ന് പറയുന്നത്. റെമ്യൂണറേഷൻ തീരുമാനിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കറക്റ്റ് ഡയറക്ടേഴ്സിന് ആവശ്യമുള്ള ലോങ് ടേം ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ കമ്മിറ്റി ആയിരിക്കും. അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വേണം. അപ്പൊ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കും നടക്കുക. അതേപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടാവണം. ആനുവൽ ജനറൽ മീറ്റിംഗ് വെക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ, ആരൊക്കെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്? മാനേജറും ഷെയർ ഹോൾഡറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഇവിടുത്തെ വിഷയം. മാനേജർ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിക്ക് തന്നെ ആയിരിക്കണം. അതിനു വേണ്ടിക്കാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസ് ബെസ്റ്റ് പ്രാക്ടീസ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് ആ ടോപ്പിക് ഇതിന്റെ ഇടയിൽ കയറ്റിയത്. ഓക്കെ, അതായത് ഇപ്പൊ തൊട്ടുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉള്ളിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വേണം. അതേപോലെ നമ്മൾ കമ്മിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വേണം. ഇതൊക്കെ പറയുന്നത് ആക്ച്വലി കോർപ്പറേറ്റ് ഗവർണൻസ്, അതായത് കൺട്രിയിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടാവും, ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്ന കോർപ്പറേറ്റ് ഗവർണൻസിന്റെ കോഡ് ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രെങ്തൻ ആവും. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിനെ വിശ്വസിക്കുക, ഫണ്ട് കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക വിശ്വസിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിനു വേണ്ടിക്ക് കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇത് ഫർദർ നിങ്ങൾ ഡബ്ല്യൂയിൽ പഠിക്കുകയും ചെയ്യും കേട്ടോ. ഓഡിറ്റ് ആൻഡ് അഷുറൻസിൽ കുറെ സ്റ്റാൻഡേർഡ്സ് പഠിക്കാൻ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് ചെറിയൊരു പോയിന്റ്സ്, നമുക്ക് ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യു കെ കമ്പനീസ് ആണെങ്കിൽ യു കെ കമ്പനീസ് ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് സ്പ്ലിറ്റിംഗ് ദ റോൾസ് ഓഫ് ചെയർമാൻ ആൻഡ് സിഇഒ. അതായത് സിഇഒയും ചെയർമാനും ഒരേ ആളാവാൻ പാടില്ല. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതേപോലെ ചെയർമാനും ഒരേ ആളായിക്കാൻ എന്തായിരിക്കും സംഭവിക്കണം? ചെയർമാൻ എന്തിന്റെ ഹെഡാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ലീഡ് ചെയ്യുന്ന ആളല്ലേ. സിഇഒ ആരാണ്? അതായത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന്റെ എന്ത് ചെയ്യുക ലീഡ് ചെയ്യുന്നത്, അതായത് ഓപ്പറേഷനെ ലീഡ് ചെയ്യുന്നല്ലേ കമ്പനിന്റെ ഹെഡ്. അതായത് എന്താണ് കമ്പനിന്റെ പെർഫോമൻസ് ലീഡ് ചെയ്യുന്നല്ലേ, ഓപ്പറേഷൻസ് ലീഡ് ചെയ്യുന്നല്ലേ. അപ്പൊ ഓപ്പറേഷൻസ് ലീഡ് ചെയ്യുന്നതും തീരുമാനം എടുക്കുന്ന ആൾ ഒരേ ആളായിരിക്കും എന്തായിരിക്കും ഉണ്ടാവും. ഓപ്പറേഷൻസ് നടത്തുന്ന ആളിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് ആ ലീഡ് ചെയ്യുന്ന ആൾ ഒരാൾ തന്നെ ആയിക്കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ. തീരുമാനം എടുക്കുന്നത് അത് നടപ്പിലാക്കുന്ന ഒരാളെ പോലെ തന്നെ ആയിപ്പോവില്ലേ. അതുകൊണ്ട് ചെയർമാനും സിഇഒ എന്താവാൻ പാടില്ല, ഒരാളാവാൻ പാടില്ല. അതാണ് കോർപ്പറേറ്റ് ഗവർണൻസിൽ പറയുന്ന ഒന്നാമത്തെ സ്റ്റാൻഡേർഡ്. രണ്ടാമത്തത് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി ബോർഡ് എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് ഹാഫിങ് ഉണ്ടാവണം. അപ്പൊ തീരുമാനങ്ങൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വരും. പിന്നെ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് കമ്മിറ്റി, റെമ്യൂണറേഷൻ കമ്മിറ്റി, നോമിനേഷൻ കമ്മിറ്റി ഒക്കെ എല്ലാം ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ എന്ത് വേണോടാ? ഈ പറഞ്ഞ കമ്മിറ്റീസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? എല്ലായിടത്തും എന്ത് ഉണ്ടാവണം? ഏത് ഡയറക്ടേഴ്സ് ഉണ്ടാവണം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് എപ്പോൾ എന്ത് ചെയ്യുക, ആനുവൽ ജനറൽ മീറ്റിംഗ് വെച്ചിട്ട് അതെന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ മാനേജ്മെന്റും ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കുക. ഓക്കെ, അതും ഒരു സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഡിസൈൻ ടു പ്രൊമോട്ട് ദി ലോങ് ടേം സക്സസ് ഓഫ് ദി കമ്പനി. നേരത്തെ പറഞ്ഞാണ് നമ്മളിപ്പോ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോൾ എന്ത് ചെയ്യുക, ലോങ് ടേം സക്സസ്, ഒരു കമ്പനിയുടെ ലോങ് ടേം സക്സസിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അല്ലാതെ എന്താവാൻ പാടില്ല, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടി ആവരുത്, ലോങ് ടേം ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായിരിക്കണം. ഇത്രയും കാര്യമാണ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്.